സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ആഹ്വാനം ചെയ്ത ബസ് പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. അനിശ്ചിതകാല സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ബസ് ഉടമകൾ. സർക്കാർ നിഷേധത്തിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ നടത്തിയ സൂചനാ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ അനിശ്ചിതകാല സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ. സർക്കാരിന് താക്കീതായി കളക്ടറേറ്റിന് മുന്നിലേക്ക് ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മാർച്ച് നടത്തി. സർക്കാരിനെയും ഗതാഗത മന്ത്രിയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്നത്. വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നതും ഉൾപ്പെടെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾ നൽകിയ റിപ്പോർട്ടുകൾക്കുമേൽ സർക്കാർ അടയിരിക്കുന്നത് ലജ്ജാകരമാണ്. ഒരു ബസ് സർവീസ് നിലച്ചാൽ 4 തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാവുമെന്ന തിരിച്ചറിവില്ലാതെയാണ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നത്. ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് വേണമെന്ന് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ പരിശോധിക്കപ്പെടേണ്ടതാണ്. പ്രതിദിനം 100 രൂപയിലധികം ഡീസൽ ഈടാക്കിയിട്ടാണ് ടാക്സിൽ 33 രൂപ കുറച്ചത്. ഇത് മേനി പറയുന്നവർ മറ്റ് കരിനിയമങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. 37,000 ബസ് സർവീസ് ഉണ്ടായിരുന്നിടത്തെ 12,000-ൽ താഴെ സർവീസിലേക്ക് എത്തിച്ചത് ഒരു ധാരണയുമില്ലാത്ത ഉദ്യോഗസ്ഥരും സർക്കാരുമാണ്. കേരളം വ്യവസായ സൗഹൃദമാണെന്ന സർക്കാരിന്റെ വാദം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെന്നും നേതാക്കൾ പറഞ്ഞു. സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ ഗോപിനാഥ് അധ്യക്ഷനായി. സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ ഗോപിനാഥ്, സംയുക്ത സമിതി കൺവീനർ ഗോകുൽദാസ് എന്നിവർ വിശദീകരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ സത്യൻ, ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ബേബി, വിദ്യാധരൻ, ബഷീർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടെ എത്തിച്ചേർന്നത് ഇന്നലെ നടത്തിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചർച്ചയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശരിയാണെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരാഴ്ചക്കകം. ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റിന്റെ സ്റ്റാഫ്, അത് പറഞ്ഞാൽ മുകളിലുള്ള PC പോലുള്ള ഉദ്യോഗസ്ഥര് നമ്മുടെ മന്ത്രിയെയും ഗവൺമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ബസ് ഉടമകൾക്കെതിരെ കരിനിയമങ്ങൾ നടപ്പിലാക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. PCC പെർമിറ്റ് റിന്യൂവല്, അതുപോലെ എല്ലാ വിഷയങ്ങളും, നമ്മൾ 6 വിഷയങ്ങളാണ് നമ്മൾ ഉന്നയിച്ചത്. ആ വിഷയങ്ങൾ മുഴുവനും കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകളെയും തൊഴിലാളികളെയും അടിച്ചേൽപ്പിക്കുന്ന രീതിയാണെന്ന് പറഞ്ഞത് ഇന്നലെ സംയുക്ത സമര ഭാരവാഹികൾ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി. അവരത് സമ്മതിച്ചു. അപ്പൊ ഒരാഴ്ചക്കകം ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് അംഗീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ ഒരു ഗവൺമെന്റിന് മാത്രമേ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കുമായി വർദ്ധിക്കാൻ കഴിയുള്ളൂ. 13 വർഷമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ രീതിയിൽ കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം മുമ്പോട്ട് പോയാല് 18,000, 7,000 മാറി ഈ വ്യവസായ നാമാവിശേഷമാകും. അതിനോടൊപ്പം ഇതിലെ തൊഴിലാളികളും ഇല്ലാതാകും. PCC യെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു. കേരളത്തിലെ സ്വകാര്യ